എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഇവിടെ ഒരു 3-4 ചെറുപ്പക്കാരുണ്ട്. അവർക്ക് ഒരു പ്രത്യേക നമസ്കാരം. നിങ്ങളത് അറിയണം. അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ഈ 11.8 ചാനലിൻ്റെ വേദിയിൽ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഒരവസരം കൂടി കിട്ടിയതിൽ വളരെ സന്തോഷം. ഞാൻ അതിൻ്റെ പ്രവർത്തകരോട് നന്ദി പറയുന്നു. ഇന്ന് നമുക്ക് നല്ല കൗതുകമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് കുറച്ചു നേരം സംസാരിക്കാം. മനുഷ്യൻ എങ്ങനെ ദൈവത്തെ സൃഷ്ടിച്ചു. ഈ ശീർഷകം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു അസ്വസ്ഥത പലർക്കും ഉണ്ടാകാം. കാരണം നമ്മൾ തലതിരിച്ചാണ് കേൾക്കുന്നത്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്, അറിഞ്ഞിട്ടുള്ളത്. ഇവിടെ തിരിച്ചാണ് പറയുന്നത്. ആ തിരിച്ചു പറയുന്നതാണ് ശരി. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നത് ഒരു പഴയ അറിവാണ്. 5000 വർഷത്തോളം പഴക്കമുണ്ട്. 5000 വർഷം തൊട്ട് തുടങ്ങുന്ന മനുഷ്യൻ്റെ ചരിത്രത്തിലെ നാഗരിക സമൂഹം, സിവിലൈസ്ഡ് കമ്മ്യൂണിറ്റി അപ്പോഴാണ് വരുന്നത്. അപ്പോഴാണ് ദൈവങ്ങളും മതങ്ങളും പിന്നെ കുറേ മറ്റ് അനുബന്ധ സാധനങ്ങളൊക്കെ വരുന്നത് ആ കാലഘട്ടത്തിലാണ്. അവിടെ നിന്ന് ഒരുപാട് കാലം കടന്നു പോന്നു. 5000 വർഷം കടന്നു പോന്നു. ഇതിൻ്റെ ഇടയിൽ നിരവധി തലമുറകളുണ്ടായി. ഈ തലമുറകളൊക്കെ നിരവധി അറിവുകൾ ഉൽപ്പാദിപ്പിച്ചു. ആ അറിവുകൾ സയൻസ് ഇന്ന് നമുക്ക് പറയാം. അത് നമ്മോട് പറയുന്നത് ദൈവത്തെ മനുഷ്യൻ സൃഷ്ടിച്ചു എന്നാണ്. അതെന്താണെന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഇവിടെ ഞാൻ ഈ കാര്യം വിശദീകരിക്കുന്നതിന് മതഗ്രന്ഥങ്ങൾ ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ മനുഷ്യനാണ് ദൈവത്തെ സൃഷ്ടിച്ചത്. പിന്നെ മനുഷ്യൻ സൃഷ്ടിച്ച ആ ദൈവത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി നമ്മളുണ്ടാക്കിയതാണ് മതഗ്രന്ഥങ്ങൾ. പിന്നെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് കറങ്ങി തിരിഞ്ഞിട്ട് നമുക്ക് ദൈവത്തെ എങ്ങനെ നിർമ്മിച്ചു എന്നത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം നമ്മളതിന് വേറൊരു ടൂളാണ് ഉപയോഗിക്കുന്നത്. അത് പരിണാമശാസ്ത്രമാണ്. മനുഷ്യൻ മാത്രമല്ല, എല്ലാ ജീവികളും പരിണമിച്ചാണ് വന്നിട്ടുള്ളത്. അങ്ങനെ അത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രം താഴോട്ട് പോകും. അങ്ങനെ പരിണമിച്ച് വന്ന മനുഷ്യൻ്റെ നിർമ്മിതി ആണ് ഈ ദൈവം. അതാണ് ഇതിൻ്റെ വസ്തുത. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഒറ്റ വാചകത്തിൽ പറയാം. ഒറ്റ വാചകം ശ്രദ്ധിക്കുക. കഴിഞ്ഞ 24 ലക്ഷം വർഷം മുതൽ ആരംഭിച്ച അസാധാരണമായ ഒരു ഗർഭധാരണം, ഒടുവിൽ ഗർഭം പൂർത്തിയായി മനുഷ്യ മസ്തിഷ്കം പ്രസവിച്ചിട്ട പൈതങ്ങളാണ് ദൈവങ്ങൾ. ഇങ്ങനെ പറയുമ്പോൾ പലർക്കും അന്താളിപ്പ മനസ്സിലാവില്ല. 24 ലക്ഷം വർഷത്തെ അസാധാരണമായ ഗർഭധാരണം അങ്ങനെയൊന്നുമില്ല. അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ പടിപടിയായുള്ള വികാസത്തെയാണ്, വർധനവിനെയാണ്. മനുഷ്യൻ്റെ മസ്തിഷ്കം മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി ചില ജനിതക കാരണങ്ങളാൽ, അതൊരു പാടുണ്ട്, അങ്ങോട്ട് പോകാൻ പറ്റില്ല. പിന്നീട് പരിണാമത്തിൻ്റെ ക്ലാസ് വരുമ്പോൾ ഞാൻ അതിനെ പറയാം. ഇപ്പം ഇത്രയും വയ്ക്കാം. ചില കാരണങ്ങളാൽ മനുഷ്യൻ്റെ മസ്തിഷ്കം കഴിഞ്ഞ 24 ലക്ഷം വർഷം മുതൽ പടിപടിയായി വികസിച്ചു. അതായത് 24 ലക്ഷം വർഷം മുതൽ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഇതിൻ്റെ അളവ് നമ്മുടെ പൂർവികരിൽ വെറും 360 ഗ്രാം മാത്രമായിരുന്നു. പിന്നീട് പടിപടിയായി ഇത് വളർന്നു വന്നു. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഹോമോ ഹാബിയസ്, റെക്ടസ് എന്നൊക്കെയുള്ള കുറേ പരമജീവികളുണ്ട്. അതിലൂടെ മനുഷ്യനിലെത്തുമ്പോൾ ഇന്നിപ്പോൾ നമുക്ക് 1350 ഗ്രാമാണ്. അടിസ്ഥാന അളവിൽ നിന്ന് നമുക്ക് 1 കിലോ കൂടി. ഈ 1 കിലോ കൂടിയതിലാണ് എല്ലാ പ്രശ്നത്തിൻ്റെ ഉത്തരം. ഈ മസ്തിഷ്കം വികസിച്ച് വന്നതിൻ്റെ ഇടയിലേ മറ്റൊരു അസാധാരണമായ സംഭവം ഉണ്ടായി. തികച്ചും അസാധാരണമായ സംഭവം. ജീവൻ്റെ ചരിത്രത്തിൽ അതിന് 400 കോടി വർഷത്തെ പഴക്കമുണ്ട്. ആ ചരിത്രത്തിൽ ഒന്നും സംഭവിക്കാത്ത തീർത്തും അസാധാരണമായ മറ്റൊരു സംഭവം.
അത് നാം അതിൻ്റെ എല്ലാത്തിൻ്റെ ഉപഭോക്താക്കളാണ്. നാം അതിൻ്റെ നടുക്കടയിലാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മളത് അറിയുന്നില്ല എന്താണെന്ന്. ആ സംഭവം ഇതാണ് അറിവിൻ്റെ ഉൽപ്പാദനം. മസ്തിഷ്കം വികസിക്കാൻ തുടങ്ങിയപ്പോൾ അത് ചിന്തിക്കാൻ തുടങ്ങി. മനസ്സിലാക്കണം, അത് ചിന്തിക്കാൻ തുടങ്ങി. ചിന്തയിൽ നിന്ന് അറിവുണ്ടായി. അറിവെന്ന് പറഞ്ഞത് ഇങ്ങനെ ഓങ്ക്രീം ഐസ്ക്രീം സ്വാഹ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നതല്ല, അത് ചിന്തിച്ചാണ് നാം ഉൽപ്പാദിപ്പിച്ചത്. അങ്ങനെ നമ്മളീ പറഞ്ഞ പരമ്പരകളിലൂടെ കടന്നു വന്നപ്പോൾ ഇന്ന് അറിവിൻ്റെ മഹാസാഗരത്തിലാണ് നിൽക്കുന്നത്. ഇത് കാണുന്നതെല്ലാം നാം സൃഷ്ടിച്ചതാണ് അറിവ് ഉപയോഗിച്ചിട്ട്. ഈ ഫാനും മൈക്കും വാച്ചും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇതുപോലെ നാം ഉണ്ടാക്കിയ മറ്റൊരു അറിവാണ് ദൈവം. മനുഷ്യൻ്റെ അറിവാണത്. അതെന്താണെന്ന് നോക്കാം. ഇന്നിപ്പോൾ 3 ദൈവങ്ങളാണുള്ളത്. ഹിന്ദുക്കളുടെ ത്രിമൂർത്തികൾ, ക്രിസ്ത്യാനികളെ യഹോവ, ഇസ്ലാമിൻ്റെ അള്ളാഹു. ഇപ്പോൾ എൻ്റെ തലമുറയും തൊട്ട് താഴെയുള്ള തലമുറയും വളർന്നു വരുന്ന തലമുറയും എല്ലാം പഠിക്കുന്നത് ഇവരെക്കുറിച്ചാണ്. ഇവരെക്കുറിച്ചുള്ള സാഹിത്യമാണ് മഹാഭൂരിപക്ഷവും. ആ നിലയിൽ എല്ലാവരുടെയും ചിന്ത ഇവരാണ് ദൈവങ്ങൾ, ഇവരാണ് ശരിക്കുള്ള ദൈവങ്ങൾ. മനുഷ്യൻ ഇതാണ് ആ ചിന്ത വരുന്നത്. പക്ഷേ അവിടെ വല്ലാത്തൊരു തിരുത്ത് വരണം. മനുഷ്യൻ ദൈവത്തെ സൃഷ്ടിച്ച ആദ്യത്തെ ദൈവങ്ങൾ ഇവരല്ല. ഇന്ന് കാണുന്ന ഈ ദൈവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവർ കഴിഞ്ഞ 5000 വർഷം തൊട്ട് മനുഷ്യൻ സൃഷ്ടിച്ച ആദ്യത്തെ ദൈവങ്ങളിൽ നിന്ന് ഇങ്ങനെ ഇളപ്പൊട്ടി വന്നിട്ടുള്ള മുതലുകളാണ് ഇന്ന് കാണുന്നവർ. അങ്ങനെ ഉണ്ടാക്കി വന്നപ്പോൾ അവസാനത്തെ ദൈവം മായാവിയായിപ്പോയി, അള്ളാഹു. അതൊരു സംഗതി കൂടി ഇതിനകത്തുണ്ട്. ഇനി നമ്മളതിൽ കടക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞ് അതിലേക്ക് കടക്കാം. ഞാൻ വളരെ ചെറുപ്പത്തിലെ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരു മതങ്ങളൊക്കെ ഉപേക്ഷിച്ച ഒരാളാണ്. മതങ്ങൾ ഉപേക്ഷിച്ചു, ഈ ദൈവങ്ങളൊക്കെ ഉപേക്ഷിച്ചു, അങ്ങനത്തെ ഒരു സ്വതന്ത്ര ജീവിതമായിരുന്നു. അതിന് കാരണം വാടാനപ്പള്ളിയിൽ ഒരു ലൈബ്രറി ഉണ്ട്, ജീവൻ കലാവധി എന്ന് പറയും. ഞാൻ അവിടെ പോയിരുന്നിട്ട് ധാരാളം വായിക്കും. ഒരു പയ്യനായതുകൊണ്ട് അവർ എന്നോട് പ്രത്യേക പരിഗണന വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പുസ്തകങ്ങളൊക്കെ ചെറുപ്പത്തിൽ തന്നെ വായിച്ചു. പിന്നെ അതുകൂടാതെ അവിടെ കുറേ ചേട്ടന്മാർ വരും വൈകുന്നേരം ആകുമ്പോൾ. ഇവർ വന്നിട്ട് ഭയങ്കര ചർച്ചകളാണ്. അപ്പം ഞാൻ അതിൽ ചെയ്തോർത്ത് നിൽക്കും. അങ്ങനെ ആ പ്രോസസ്സിലൂടെ ഞാൻ കടന്നു പോന്നു. അങ്ങനെ എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടത്. എനിക്ക് അന്നേ തന്നെ മനസ്സിലായിട്ടുണ്ട്, യാതൊരുവിധ ദൈവവും യഥാർത്ഥത്തിലില്ല. ഇതൊക്കെ മനുഷ്യൻ സൃഷ്ടിച്ചതാണെന്നുള്ളതാണ് എനിക്ക് പിടികിട്ടിയത്. പക്ഷേ ആ നിർമ്മിതിയുടെ പ്രോസസ്സ് എനിക്കറിയില്ല എന്താണെന്ന്. അതെന്താണ് അതിൻ്റെ ഒരു മെക്കാനിസം ഉണ്ട്, ദൈവത്തെ സൃഷ്ടിച്ചെന്ന മെക്കാനിസം എനിക്കറിയില്ല. അതറിയാനായിട്ട് ഞാൻ അന്ന് യുക്തിവാദികളുടെ പരിപാടിക്ക് പോയി തുടങ്ങി. അന്ന് ഇവിടെ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് ഒരുപാട് പരിപാടികൾ നടത്തുന്നുണ്ട്. ഞാനവിടെ പോകും. അപ്പോൾ പരിപാടി അവരുടെ സമ്മേളനങ്ങൾ, ചർച്ച ക്ലാസ്സുകൾ, സെമിനാറുകൾ, പഠന ക്ലാസ്സൊക്കെ ഉണ്ട്. ഒക്കെ ഞാൻ പങ്കെടുക്കും. പക്ഷേ എനിക്ക് അതിന് ഉത്തരം കിട്ടുന്നില്ല. എനിക്ക് സംശയമാണ് എങ്ങനെ മുറ്റി വരും. ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയണമല്ലോ. അവരോടൊക്കെ ഞാൻ ഈ സംശയങ്ങളൊക്കെ ചോദിച്ചു, എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞ മറുപടി, എല്ലാവരും ഒരേ മറുപടിയാണ് പറഞ്ഞത്. അത് ഭയത്തിൽ നിന്നാണ് ഉണ്ടായത്. മനുഷ്യൻ ദൈവത്തെ ഭയത്തിൽ നിന്നാണ് സൃഷ്ടിച്ചതെന്നാണ് അവരെല്ലാവരും പറഞ്ഞത്. കാരണം അവർ ഉസ്താദുമാരാണല്ലോ. ഞാനത് തലയിലേറ്റി കുറേ കാലം നടന്നു. പിന്നീട് കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ പരിണാമത്തിലേക്ക് വരുന്നത്. അതിൻ്റെ പരിണാമത്തെ കുറേ കാര്യങ്ങൾ പഠിച്ചു. മനുഷ്യപരിണാമത്തെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതിൽ തന്നെ ബ്രെയിനിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി. അങ്ങനെ വന്നപ്പോഴാണ് ആ മെക്കാനിസം എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എൻ്റെ പരുവത്തിലുള്ള എല്ലാ ആ സുഹൃത്തുക്കളൊക്കെ ഞങ്ങളൊക്കെ ഒരേ കളരിയിലാണ് വന്നിട്ടുള്ളത്. അവരോട് ചോദിച്ചാൽ അവർ പറയുന്നത് ഭയത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളതെന്ന്. അതുപോലെ ഈ അടുത്ത നാളിലെ എറണാകുളത്ത് ഒരു ഗംഭീര യുക്തിവാദി പരിപാടി ഉണ്ടായിരുന്നു. 2 ദിവസം നീണ്ടുന്നതാണ്. അടിപൊളിയായിരുന്നത്. അന്ന് അതിൻ്റെ ഏറ്റവും ആകർഷണമായ കാര്യം 2 ചെറുപ്പക്കാരുടെ ഒരു സെഷൻ ഉണ്ടായിരുന്നു, അവരുടെ ചർച്ച. അതിനകത്ത് കുറച്ച് പങ്കെടുത്ത എല്ലാ ചെറുപ്പക്കാരും പറഞ്ഞൊരു കാര്യം ഇത് തന്നെയാണ്, മനുഷ്യൻ ദൈവത്തെ സൃഷ്ടിച്ചത് ഭയത്തിൽ നിന്നാണെന്നാണ്. ഭയത്തിൽ നിന്നാണ് ദൈവത്തെ സൃഷ്ടിച്ചത്. ഈ ഒരു ആശയം എൻ്റെ അറിവിൽ ഒരു 50 വർഷമായിട്ട് ഇവിടെ കിടന്ന് ഇങ്ങനെ തത്തി കളിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ചരിത്രത്തിലുടനീളം കാണാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ തലമുറ വരുന്നവരും അറിവുകൾ പരിഷ്കരിച്ചു കൊണ്ട് വരിക എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ ശിലായുഗത്തിലെ ആ ഓൾഡ് അവൺ ടൂൾസ് എന്നൊക്കെ പറയുന്ന വെറും കരിങ്കലിൻ്റെ കഷ്ണത്തിൽ നിന്ന് ഇന്നത്തെ കമ്പ്യൂട്ടറിൽ എത്തിയുള്ളത് ഈ പരിഷ്കരണത്തിൻ്റെ ഭാഗമാണ്, ചിന്തിക്കുന്നതിൻ്റെ ഭാഗമാണ്, അറിവ് ഉൽപ്പാദിപ്പിക്കേണ്ട ഭാഗമാണ്. പക്ഷേ നമ്മളിവിടെ ഒരു പരിഷ്കരണം അതിന് വേണം. പരിണാമത്തിലൂടെ പുതിയൊരു പാത ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. എവല്യൂഷണറി ബയോളജിയിലൂടെ
അതിൻ്റെ ന്യൂറോബയോളജി, ജെനറ്റിക്സ്, ആർക്കിയോളജി, അങ്ങനെ പല കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഒരു പുതിയ പാത നമ്മുടെ യുക്തിവാദി മേഖലയിൽ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, അതിനെക്കുറിച്ച് ചിന്തിക്കണം. നാളെ നിങ്ങളാണ് ഇത് കൊണ്ടുപോകേണ്ടത്. നമ്മളൊക്കെ വഴി തീരാറായി. അപ്പോൾ അതുകൊണ്ട് അതാണ് പ്രത്യേകം ചെറുപ്പക്കാരെ കണ്ടപ്പോൾ സന്തോഷത്തോടുകൂടി പറഞ്ഞത്. ദൈവനിർമ്മിതിയിൽ ഭയമില്ല. ദൈവനിർമ്മിതിയിൽ യാതൊരു ഭയത്തിൻ്റെ ലാഞ്ചനയും ഇല്ല. മറിച്ച് സിവിലൈസേഷനിൽ, നാഗരിക സമൂഹത്തിൽ ദൈവത്തെ നിർമ്മിച്ച ഒരു വിഭാഗം മനുഷ്യർക്ക് പെരുത്ത് സന്തോഷമായിരുന്നു. കാരണം അവർക്കൊരു ഉപജീവന മാർഗം കിട്ടിയതിൻ്റെ സന്തോഷമായിരുന്നു അവിടെ സംഭവിച്ചത്. അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അങ്ങനെ പറയുന്നതിൻ്റെ കാരണം, ദൈവം എന്ന് പറയുന്നത് ഇങ്ങനെ ഓം ക്രീം ഐസ്ക്രീം സ്വാഹ എന്ന് പറയുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമല്ല. മറിച്ച് അതൊരു ദീർഘകാല പ്രക്രിയയാണ്. ദൈവനിർമ്മിതി എന്ന് പറയുന്നത് ഒരു ദീർഘകാല പ്രക്രിയയാണ്, ഒരു പ്രോസസ്സാണത്. നമ്മൾ നേരത്തെ പറഞ്ഞ 24 ലക്ഷം വർഷത്തെ അസാധാരണമായ ഗർഭധാരണം എന്ന് പറഞ്ഞു. അതിൻ്റെ അവസാനത്തെ പാദം കഴിഞ്ഞ 40,000 വർഷം മുതലാണ് ആരംഭിക്കുന്നത്. അന്നാണ് ആധുനിക മനുഷ്യൻ എന്ന് പറയുന്ന, മോഡേൺ മനുഷ്യൻ എന്നൊക്കെ പറയുന്ന ഹോമോ സാപ്പിയൻസ് നമ്മൾ രംഗത്ത് വരുന്നത്, പരിണമിച്ചു വരുന്നത്. അന്ന് രൂപപ്പെട്ട സാപ്പിയൻസിൻ്റെ ജീനുകൾ തലമുറയിലേക്ക് പകർത്തിയിട്ടാണ് ഇന്ന് നമ്മളുണ്ടായിട്ടുള്ളത്. ഈ മനുഷ്യനാണ് ഇതിനെ സൃഷ്ടിക്കാനുള്ള നമ്മളീ പറഞ്ഞ പ്രോസസ്സിൻ്റെ ആ പരിപാടി തുടങ്ങി വയ്ക്കുന്നത്. അവിടെ നിന്ന് കഴിഞ്ഞ 5000 വർഷം എത്തുമ്പോൾ ദൈവം വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു 35,000 വർഷത്തെ ഒരു പ്രക്രിയയുണ്ട്. അതാണ് ദൈവനിർമ്മിതിയുടെ പാശ്ചാത്തലം. പിന്നെ അവിടെ നിന്ന് 5000 വർഷത്തിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ നമ്മൾ ആദ്യം നിർമ്മിച്ച ദൈവങ്ങളെ വേറെയാണ് ഞാൻ പറഞ്ഞു. ആ ദൈവങ്ങൾ നിലനിൽക്കെ തന്നെ തലമുറകൾ മാറിയപ്പോൾ അതിനെ പരിഷ്കരിച്ച് ഇന്ന് കൊണ്ടുവന്നു. ഇന്നിപ്പോൾ അള്ളാഹുവിലെത്തി. എന്താ സംഭവം വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ അറിവ് തന്നെയാണ് സംഗതി. ഇന്നത്തെ ദൈവങ്ങൾക്കൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര വെയിറ്റാണ്. കാരണം ഫിലോസഫി, പിന്നെ ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, കഥകൾ, അങ്ങനെ പലതും നമ്മൾ ദൈവത്തിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുത്തുകൊണ്ട് അവരൊന്നും എടുത്താൽ പോന്നില്ല. ഹിമാലയൻ വെയിറ്റാണ് ഓരോ ദൈവങ്ങൾക്കും. അതിൻ്റെ കാരണം വെച്ചാൽ ഈ 5000 വർഷത്തിന് ശേഷം മനുഷ്യൻ്റെ അറിവ് പടിപടിയായി വർദ്ധിച്ചത് കൊണ്ടാണ് സംഭവിച്ചത്. അപ്പോൾ അതിന് മുമ്പുണ്ടായ ദൈവങ്ങളൊക്കെ തല്ലിക്കൊന്നിട്ട് തന്നെയാണ് പുതിയ ദൈവങ്ങൾ സൃഷ്ടിക്കുന്നത്. മനുഷ്യൻ പുതിയ അറിവുണ്ടാക്കുന്നതനുസരിച്ച് തന്നെ ഇത് പരിഷ്കരണം നടക്കും. അതാണ് അതിൽ നടന്ന വസ്തുത. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ദൈവത്തെ ഓങ്കറിയും ഇങ്ങനെ പറഞ്ഞ പോലെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാര്യം കൂടിയുണ്ട് വേറെ. ദൈവം എന്നത് നമുക്ക് തൊട്ടറിയാനോ കണ്ടറിയാനോ സ്പർശിച്ചറിയാനോ മണത്തറിയാനോ രുചിച്ചറിയാനോ സാധ്യമല്ല. കാരണം അതൊരു അമൂർത്തമായ അബ്സ്ട്രാക്റ്റ് ആയ ഒരു സങ്കല്പനമാണ്. അങ്ങനെയൊന്നും യഥാർത്ഥത്തിൽ ഇല്ല. പക്ഷേ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ പ്രത്യേക പവർ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കാമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. ആ സങ്കല്പനം ആണ് ഈ ദൈവനിർമ്മിതിയിൽ ഉപയോഗിച്ചത്. അതും ഒരു ദിവസം കൊണ്ട് നടക്കുന്നതല്ല. അതാണ് ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞത്. ആ പ്രോസസ്സിൽ അങ്ങനെയാണ് സംഭവിച്ചത്. ഇതിനിടയിൽ മറ്റൊരു കാര്യം പറയാം. ഈ ദൈവനിർമ്മിതിയിലെ ഭയമില്ല എന്നത്, ദൈവനിർമ്മിതിയിൽ ഭയമില്ല, ഓക്കെ. പക്ഷെ നിർമ്മിച്ച ദൈവത്തെ അതിനുശേഷമായ തലമുറകൾ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി, വഞ്ചിക്കാൻ വേണ്ടി, ചൂഷണം ചെയ്യാൻ വേണ്ടി ഭംഗിയായിട്ട് ഉപയോഗിച്ചു. ഭയപ്പെടുത്താൻ വേണ്ടി പിന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് നിർമ്മിതിയിൽ ഭയമില്ല, പക്ഷെ നിർമ്മിച്ചതിന് ശേഷം അത് ഉപയോഗിച്ചു, ഇപ്പോഴും ഉപയോഗിക്കുന്നു. വസ്തുത. അതായത് ഇപ്പം നോക്കുക, എൻ്റെ തലയ്ക്ക് മുകളിൽ എൻ്റെ അമ്മയൊക്കെ പറയാറുണ്ട് പണ്ട്, നീ അധികം യുക്തിവാദിൻ്റെയൊക്കെ കടന്നു വരുമ്പോഴത്തെ എന്നെ വിലക്കാൻ വേണ്ടി പറയുന്നതാണ്, നീ അധികം ഞെളിയണ്ട, ഇതൊക്കെ കാണാനും കേൾക്കാനും മുകളിൽ ഒരുത്തനുണ്ടെന്ന് എൻ്റെ അമ്മേനോട് പറയും. അമ്മാമ്മയും പറയും. ഇപ്പം സ്ത്രീകളുടെ കൂടെയാണ് ഇത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അച്ഛൻ അങ്ങനെ പറയില്ല. അപ്പോൾ അതൊരു വശം, അതൊരു ഭയമാണ്. ഇപ്പം എൻ്റെ മുന്നിൽ കാണാനും കേൾക്കാനും എന്നെ നിരീക്ഷിക്കാൻ മുകളിൽ എടുത്തിട്ടുണ്ടെന്നുള്ളത് ഒരു ഭയങ്കര ഭയമാണത്. അത് നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ചിന്തിച്ച് നോക്കൂ. നിങ്ങളുടെ അസ്തിത്വത്തെ തന്നെ അത് ചോദ്യം ചെയ്യും. നിങ്ങളുടെ ബ്രെയിനിൽ അത് വല്ലാത്ത ഷോക്ക് ഉണ്ടാക്കും. പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഈ രവിചന്ദ്രൻ സാറിൻ്റെ ഒരു പ്രഭാഷണത്തിലേ ഇങ്ങനെ കോപ്പേ എന്നുള്ളൊരു പ്രയോഗമുണ്ട്, ഒരു ക്ലാസ് ഉണ്ട്, അടിപൊളിയാണ്, നിങ്ങൾ കണ്ടോക്ക്. അതായത് ഈ എന്ന് പറഞ്ഞാൽ കൊതിപ്പിക്കുക, മറ്റേത് പേടിപ്പിക്കുക. കൊതിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഹൂറികളെ കാണിച്ച് പിന്നെ മദ്യപ്പുഴ പിന്നെ കുറേ ബാലന്മാർ അങ്ങനെ കാണിച്ചിട്ടുള്ള ഒരു അഭ്യാസമാണ് കൊതിപ്പിക്കുക എന്നുള്ളത്. മറ്റേത് പേടിപ്പിക്കുക എന്ന് പറയണത് അതാണ് ഭീകരം.
മനുഷ്യൻ ഇന്നോളം സൃഷ്ടിച്ചിട്ടുള്ള, ഭാവനാപരമായി സൃഷ്ടിച്ചിട്ടുള്ള ഏറ്റവും ഭീകരവും ഭയാനകവും ബീഭത്സവും ഏറ്റവും നീചവും നികൃഷ്ടം എന്നൊക്കെ പറയാവുന്ന ഒരു സാധനം നരകമാണ്. നരകത്തിനോളം ഭീകരമായ മറ്റൊരു ഭാവനാ നിർമ്മിതി ഇല്ല. നിങ്ങൾ നോക്കണത് പ്രത്യേകിച്ച് സെമിറ്റിക് മതങ്ങൾ, ഇസ്ലാമിലും ഇതിലൊക്കെയാണ് അത് ഭംഗിയായിട്ട് വിവരിച്ചിട്ടുള്ളത്. അങ്ങേരവിടെ ഭൂമിയോളം വലിപ്പമുള്ള ഒരു ചീഞ്ചട്ടിൽ എണ്ണയും തിളപ്പിച്ച് കാത്തിരിക്കുക. എന്തിനാണെന്നറിയോ? പാപികളായിട്ട് വരുന്നവരെ പിടിച്ച് അതിലിട്ട് പൊരിക്കാൻ. എന്നിട്ട് പൊരിക്കും. പൊരിച്ചു കഴിയുമ്പോൾ അവർക്ക് തൊലി കരിയും. തൊലി കരിയുമ്പോൾ വീണ്ടും തൊലി വെച്ച് കൊടുക്കും, വീണ്ടും തൊലി വെച്ച് കൊടുക്കും. ആ തീവ്രമായ വേദനയുണ്ടല്ലോ, ആ വേദന അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനുള്ള ആ ഒരു വിവരണം ഉണ്ടല്ലോ, അതിഭീകരമാണത്. സത്യം പറഞ്ഞാൽ മതഗ്രന്ഥം വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ചെറുപ്പക്കാരോടെ പറയണത്, സീനിയേഴ്സിന് വിടും. കാരണം ഇത് വായിക്കുമ്പോൾ ഉണ്ടല്ല, ഈ നരകത്തിൻ്റെ വർണ്ണനകൾ വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ചിത്രങ്ങൾ വരും. നമ്മുടെ ഭാഷ എന്ന് പറഞ്ഞത് വാങ്മയ ചിത്രമാണ്. ഒരു പദം പറഞ്ഞാൽ ആ പദത്തിനൊരു ചിത്രം മനസ്സിലുണ്ട്. നരകത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ അവിടെ സിനിമ പോലെ കണ്ട് വരും. അത് നമ്മുടെ ഉള്ളിൽ സസ്തനികളുടെ ഒരു സവിശേഷമായ ഒരു സംഗതിയുണ്ട്. അതായത് ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് മെക്കാനിസം എന്ന് പറയാം. അതായത് ഒരു ഭീകരമായ അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സസ്തനികളുടെ ജുറാസിക് യുഗത്തിന് മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതായത് 10-20 കോടി വർഷങ്ങൾക്ക് തുടങ്ങിയതാണ്. അപ്പോഴാണ് സസ്തനികൾ വരുന്നത്. സസ്തനികളിലാണ് ഇത് വികസിച്ചത്. അതായത് ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് മെക്കാനിസം. ഒന്നുകിൽ നിങ്ങൾ ഫൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് ഓടിപ്പോവുക. ഇതാണ്. അപ്പം അങ്ങനത്തെ സിസ്റ്റം ഈ ഭാവനയിൽ ഇത് വരുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ അലർട്ടായി ഉടൻ തന്നെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഓണായിട്ടുണ്ട്. അഡ്രിനാലിനും കോർട്ടിസോൾ തുടങ്ങിയ സ്ട്രെസ് ഹോർമോണുകൾ റിലീസ് ചെയ്യും. ഇത് വായിക്കുന്ന ആൾക്ക് ഓടിപ്പോകാൻ പറ്റില്ല, ഓട്ടാണ് ആവശ്യം. ഓടിക്കഴിഞ്ഞാൽ അത് നിർവീര്യമായി. പക്ഷേ നമ്മളവിടെ ഇരിക്കുകയാണ്. അതാണ് അപകടം. എന്താ വെച്ചാൽ അത് പിന്നീട് ഈ കോർട്ടിസോൾ ഇതൊക്കെ ശരീരത്തിൽ നിന്ന് കുമിഞ്ഞ് കൂടി അത് ഇൻഫ്ലമേഷനിലെത്തും. ഇൻഫ്ലമേഷൻ പിന്നീട് ക്രോണിക്കാവും, നീണ്ടു നിൽക്കും. പിന്നെ പറയണ്ട, എല്ലാ ജീവിതശൈലി രോഗങ്ങളുടെയും വാതിൽ തുറന്നിടും. അതുകൊണ്ടാണ് 2 സൈക്കോളജിസ്റ്റുകളെ അരിയത്തിരുത്തിയിട്ട് നിങ്ങൾ മതഗ്രന്ഥം വായിക്കുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പെട്ടുപോകും. ചെറുപ്പക്കാരോടാണ്, സീനിയേഴ്സിന് ആ പ്രശ്നമില്ല. ഇതിൽ നിന്ന് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ആ പ്രോസസ്സ് എന്താണെന്നുള്ളതാണ്. ആ പ്രോസസ്സ് വരും മുമ്പ് ഞാൻ ഒരു കാര്യം പറ്റും. മനുഷ്യപരിണാമത്തെക്കുറിച്ച് ഒരു ചെറിയ സംക്ഷിപ്തം പറയട്ടെ. ഇങ്ങനെ മനുഷ്യൻ മറ്റെല്ലാ ജീവികളെ പോലെ പരിണമിച്ചു വന്നതാണ്. അത് കഴിഞ്ഞ 70 ലക്ഷം വർഷം മുതലാണ് ആ പരിണാമ പ്രക്രിയ ആരംഭിക്കുന്നത്. ആ പ്രക്രിയയിൽ കഴിഞ്ഞ 3 ലക്ഷം വർഷം എത്തുമ്പോൾ മനുഷ്യൻ വരുന്നുണ്ട്. പക്ഷേ അതൊരു പ്രാചീന ടൈപ്പാണ്. അതിൽ നിന്നും കഴിഞ്ഞ 40,000 വർഷം എത്തുമ്പോഴാണ് ഹോമോസാപ്പിയൻസ് വരുന്നത്. ഈ 3 ലക്ഷം വർഷം എത്തുമ്പോൾ തന്നെ നമുക്ക് ഈ പറയുന്ന ബ്രെയിൻ്റെ അളവ് 1350 ഗ്രാം ഉണ്ട്. പക്ഷേ കുറേ കൂടി ഈ പ്രത്യേകമായി ചില അസ്തിത്വ അനുഭവങ്ങൾ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളുണ്ട് നമുക്ക്. അതൊക്കെ ഞാൻ വഴി പറയാം. അതൊക്കെ രൂപപ്പെട്ട് വരുന്ന ഇത് ഈ 40,000 വർഷം തൊട്ടാണ്. അത് രൂപപ്പെട്ട് വന്നപ്പോഴാണ് ശരിയായ മനുഷ്യൻ രംഗത്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ 24 ലക്ഷം വർഷം മുതൽ മനുഷ്യൻ്റെ മസ്തിഷ്കം പടിപടിയായി വികസിക്കാൻ തുടങ്ങുന്നത്. അറിവ് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പടിപടിയായി അറിവ് ഉൽപ്പാദിപ്പിച്ച് വരുന്നതിൻ്റെ ഇടയിൽ പഴയ അറിവുകളെ പരിഷ്കരിക്കും. അറിവുകൾ പരിഷ്കരിക്കുക എന്നുള്ളതാണ് മനുഷ്യ ചരിത്രത്തിൽ ഉടനീളം നടക്കുന്ന കാര്യം. സംശയമുണ്ടോ നിങ്ങൾക്ക്? ഒരു 20 വർഷം മുമ്പ് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈലുകൾ എന്തായിരുന്നു? നോക്കിയയുടെ സോപ്പും പെട്ടി പോലത്തെ മൊബൈലുകൾ. ഇപ്പം നോക്കിയേ, കടലാസ് കനത്തിലുള്ള സ്മാർട്ട് ഫോണുകളല്ലേ. എന്താ അവിടെ സംഭവിച്ചത്? അറിവിൻ്റെ പരിഷ്കരണം. നമ്മൾ പുതിയ അറിവ് ഉൽപ്പാദിപ്പിച്ചു. അങ്ങനെയാണ് പോവുകയാണ്. ഇനിയിപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ട് എന്താണ് ഉണ്ടാവുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് സൂപ്പർ വേഗത്തിൽ പോകുന്നത്. കുറേ കാലം അത് മന്ദഗതിയിലായിരുന്നു. പിന്നീട് സ്പീഡ് കൂടി പിന്നെ ഫാസ്റ്റായി, പിന്നെ സൂപ്പർ ഫാസ്റ്റായി, ഇപ്പം മിന്നൽ വേഗത്തിലാണ്. അപ്പം മനുഷ്യനാണ് ഇവിടുത്തെ പ്രശ്നം. മനുഷ്യനാണ് ഇതൊക്കെ അറിവ് ഉൽപ്പാദിപ്പിച്ചത്. ഈ മനുഷ്യനെ കേന്ദ്രസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് ഞാൻ ഇനി ആ പ്രോസസ്സ് പറയുന്നത്. അതുകൊണ്ടാണ് മനുഷ്യനാണ് സൃഷ്ടിച്ചതെന്ന് പറയുന്നത്. നോക്കുക, മനുഷ്യനെ കേന്ദ്രസ്ഥാനത്ത് നിർത്തുകയാണ്. മനുഷ്യനാണ് സൃഷ്ടാവ്. ഇതൊക്കെ സൃഷ്ടിച്ചത് നമ്മളാണ്. എല്ലാം ആ കൂട്ടത്തിലെ മറ്റൊരു സൃഷ്ടി മാത്രമാണ് ദൈവം. ഇതാണ് യാഥാർത്ഥ്യം. ഇനി ആ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളതാണ്. ഇതിപ്പോൾ ഇതൊരുപാട് നീട്ടി കുറേ വിസ്തരിച്ച് പറയേണ്ട കാര്യമാണ്. പക്ഷേ ഞാനിത് ചുരുക്കി പിടിക്കുകയാണ്. കാരണം സമയത്തിൻ്റെ സമ്മർദ്ദം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ആ പ്രോസസ്സിൽ വരുന്ന കാര്യങ്ങളെ വളരെ സംക്ഷിപ്തമായിട്ട് പറയുന്നുള്ളൂ. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്.
വ്യത്യസ്തമായ വിശ്വാസ രൂപങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും ഈ ഷമാനിസം, ടോട്ടമിസം, ആൻസസ്റ്റർ കൾട്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതാണ് ആ പ്രക്രിയയിലാണ് ഇത് രൂപപ്പെട്ട് വരുന്നത്. അതിൽ എല്ലാം നമുക്ക് പറയേണ്ട കാര്യമില്ല, സമയമില്ല. ഇത് ഞാനൊരു പുസ്തകമായിട്ട് വരുന്നുണ്ട് പിന്നാലെ, അപ്പോൾ ഞാൻ അത് ഭംഗിയായിട്ട് വിശദീകരിക്കാം. അപ്പോൾ ഇതിൽ കൂടുതൽ പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു 4 ഘടകങ്ങൾ എടുത്തിട്ട് ഞാൻ പറയാം. ആദ്യം തുടങ്ങുന്നത് എന്താണ്, പിന്നീട് 4ാമത്തെ ഘടകത്തിൽ നമ്മൾ ദൈവത്തെ കാണുന്നു. ഇതാണ് വിവരണം. ഇത്ര എടുക്കാൻ പറ്റുള്ളൂ. 40,000 വർഷം തൊട്ട് തുടങ്ങുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി അറിയേണ്ടതുണ്ട്. 40,000 വർഷം തൊട്ട് മനുഷ്യൻ, ശരിയായ മനുഷ്യൻ തന്നെയാണ്, എല്ലാ അർത്ഥത്തിലും മനുഷ്യൻ, അവൻ ജീവിക്കുന്നത് ശിലായുഗത്തിൽ തന്നെയാണ്. 40,000 വർഷം തൊട്ട് കഴിഞ്ഞ 10,000 വർഷമുള്ള കാലത്തെ നമ്മൾ ഉത്തരപ്രാചീന ശിലായുഗം എന്ന് പറയും, അപ്പർ പാലിയോലിത്തിക് ഏജ്. അവിടെ നിന്നാണ് ഈ സംഭവങ്ങളുടെ തുടക്കം. അത് ഐസ് ഏജും കൂടിയിട്ടാണ്, ഹിമയുഗമാണ്. ഇനിയാണ് ആ പ്രോസസ്സ് തുടങ്ങുന്നത്. അതായത് മനുഷ്യൻ ഈ പ്രത്യേക ബുദ്ധി മസ്തിഷ്ക വികാസത്തോടു കൂടി രംഗത്ത് വന്നപ്പോൾ 2 കാര്യങ്ങളിൽ വൻ മുന്നേറ്റം നടന്നു. ഒന്ന് ഭൗതികമായ മുന്നേറ്റങ്ങൾ. ഇപ്പോൾ 40,000 വർഷം തൊട്ടുള്ള ഒരു കൾച്ചറൽ എക്സ്പ്ലോഷൻ നടക്കുന്നുണ്ട്. നിങ്ങൾ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും എന്താണ് സംഭവം എന്നുള്ളത്. നെറ്റിലടിച്ചാൽ മതി എന്താണ് കൾച്ചറൽ എക്സ്പ്ലോഷൻ എന്നുള്ളത്. അത് ഭയങ്കരമായ വികാസമാണ്. കാരണം 40,000 വർഷം മുമ്പത്തെ മനുഷ്യർക്കൊന്നും ഉണ്ടാവാത്ത, കാണിക്കാത്ത സ്വഭാവങ്ങൾ ഈ 40,000 വർഷം തൊട്ടുള്ള മനുഷ്യൻ കാണിക്കുന്നത്. അതാണ് ഈ കൾച്ചറൽ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞത്. അത് ഭൗതികമാണ്. അതേ അർത്ഥത്തിൽ തന്നെ, അതേ അളവിൽ തന്നെ, അതേ തീവ്രതയിൽ തന്നെ ആത്മീയമായ അല്ലെങ്കിൽ ആന്തരികമായ ഒരു ജീവിതം അവിടെ ആരംഭിക്കുകയാണ്. നമ്മൾ തോന്നും ഈ ശങ്കരൻ്റെയൊക്കെ 8ാം നൂറ്റാണ്ടിൽ ശങ്കരൻ്റെ അദ്വൈത വേദാന്തമൊക്കെ വരുമ്പോഴാണ് ഈ പറഞ്ഞ ആത്മീയതയൊക്കെ ഉണ്ടായതെന്ന് ചിലപ്പോൾ നമുക്ക് ചിന്തിച്ചേക്കാം. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ വികാസം ആ കാലഘട്ടത്തിൽ അന്നേ തുടങ്ങിയിട്ടുണ്ട് ഈ ആത്മീയത എന്നുള്ളത്. അതിൻ്റെ ആദ്യത്തെ പ്രകടന രൂപമാണ് നമ്മളിനി പറയാൻ പോകുന്ന ആ പ്രോസസ്സിൽ ആദ്യത്തെ കാര്യം. അത് ഇതാണ്. ആദ്യത്തെ ഈ വിശ്വാസത്തിൽ ദൈവനിർമ്മിതിയുടെ ആദ്യത്തെ പടവ് ഇതാണ്. മനുഷ്യന് അവൻ മരിച്ചാലും പിന്നെയും ജീവിതമുണ്ടെന്നുള്ളൊരു വിശ്വാസം. മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവനിൽ നിന്ന് മറ്റൊരു സൂക്ഷ്മമായൊരു ശരീരം പുറത്ത് കിടക്കുന്നെന്നും ആ ശരീരം മറ്റൊരു ലോകത്തെത്തുന്നെന്നും, പരലോകം എന്നൊക്കെ പറയാവുന്ന അവിടെ എത്തുന്നുണ്ടെന്നുള്ള ഒരു വിശ്വാസം ആ കാലത്ത് മനുഷ്യൻ രൂപീകരിച്ചു. ഇന്ന് നമുക്കതിനെ ആത്മാവെന്നും, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആത്മാവെന്നും പിന്നെ മരണാനന്തര ലോകം എന്നൊക്കെ ആ ഒരു ബേസിൽ കാണാം. ഇതാണ് ദൈവനിർമ്മിതിയുടെ ആദ്യത്തെ പടവ്. നമുക്ക് അത്ഭുതം തോന്നാം. കാട്ടാളന്മാരെന്നും നമ്മൾ പറയാം, കാട്ടാളന്മാരായ മനുഷ്യന്മാർ ഇതൊക്കെ സങ്കല്പിക്കാൻ പറ്റും. ഈ ആത്മാവിൻ്റെ സംബന്ധിച്ചുള്ള വിഷയമായിരുന്നു കഴിഞ്ഞ തവണ ഞാൻ സംസാരിച്ചത്. അതിൽ എങ്ങനെ ആത്മാവ് രൂപപ്പെടുന്നെന്നും അതിൻ്റെ ആചരണം നടത്തിയത് എങ്ങനെയാണെന്നും അതിൻ്റെ തെളിവുകൾ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഈ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ സംഭവത്തെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നിങ്ങളത് കാണുക, എന്നിട്ട് ഇതും കൂടി ചേർക്കുക. അപ്പോൾ 40,000 വർഷം തൊട്ടുള്ള മനുഷ്യൻ, അത് ഉത്തരപ്രാചീന ശിലായ മനുഷ്യൻ, അവൻ കാട്ടുജീവിതമാണ്, ശിലായുധങ്ങളാണ് അവൻ്റെ ഉപകരണം. അത് വെച്ചതുകൊണ്ട് തന്നെയാണ് അവൻ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ അതോടൊപ്പം ഈ മരണത്തിന് ശേഷം ജീവിതമുണ്ടെന്നുള്ള ഒരു സങ്കല്പനവും, അവിടെ ജീവിക്കാൻ അവനിൽ നിന്ന് മരിക്കുമ്പോൾ ഒരു പ്രതീതിയായി മറ്റൊരു സൂക്ഷ്മ ശരീരം പുറത്തു പോകുന്നുണ്ടെന്നുള്ള വിശ്വാസം അവൻ അവിടെ രൂപീകരിച്ചു. അത് തങ്ങി നിൽക്കുന്ന ഒരു ലോകമുണ്ടെന്നുള്ള ഒരു വിശ്വാസധാരയും അവിടെ പുലർന്നു. വിശ്വാസങ്ങൾ എപ്പോഴും വിശ്വാസമായിട്ടല്ല നിൽക്കുന്നത്, അത് ആചരണം കൂടിയിട്ടാണ്. ആചരണം വരുമ്പോഴാണ് തലമുറയിൽ കയറിപ്പോയി ഇന്നും ആചരിക്കുന്നുണ്ടല്ലോ നമ്മൾ. ശവസംസ്കാരം കഴിഞ്ഞിട്ടുള്ള ആ പരിപാടികൾ പലതും ഇന്നും ആചരിക്കുന്നുണ്ടല്ലോ. അത് അവിടെ നിന്ന് തുടങ്ങുന്നതാണത്. നമുക്കത് അതിശയമായി തോന്നാം. അപ്പോൾ നമ്മളീ പറഞ്ഞ ശിലായുഗം മനുഷ്യൻ എല്ലാ അർത്ഥത്തിലും ഈ പറയുന്ന ആത്മീയ ജീവിതം തുടങ്ങി. അപ്പോൾ ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് മനുഷ്യനന്ന് ഉൽപ്പാദിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ദൈവം ഉണ്ടാവില്ല. കാരണം ദൈവത്തിൻ്റെ അടിത്തറയാണത്. ആ അടിത്തറമെന്നാണ് പിന്നീട് വരുന്ന കുറേ നേരത്തെ പറഞ്ഞ അനവധിയായ സങ്കല്പനങ്ങൾ, നിർമ്മിതികൾ അവരുണ്ടാക്കി പിന്നീട് നാഗരിക സമൂഹത്തിൽ എത്തുമ്പോൾ മനുഷ്യരൂപത്തിലുള്ള ദൈവത്തെ അവൻ രൂപപ്പെടുത്തുന്നത്. അപ്പം ഈ ശിലായുഗ ഘട്ടത്തിൽ ഈ ആത്മാവും മരണാനന്തര ലോകവും ഉണ്ടെന്നുള്ള വിശ്വാസം പുലർന്നു നടക്കവേ തന്നെ വീണ്ടും തലമുറകൾ കഴിഞ്ഞു പോകുമ്പോൾ ആ വിശ്വാസത്തിനും പരിഷ്കരണം വരും. നമ്മൾ ഒരിക്കലും നിൽക്കില്ല, ഒരറിവിലും സ്ഥായിയായി നിൽക്കില്ല. ചരിത്രം സാക്ഷിയാണ്. തുടർച്ചയായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും.
ഭൗതികമായ എല്ലാ രീതിയിലും മാറുമ്പോൾ തന്നെ കഴിഞ്ഞ ഈ നമ്മളീ പറഞ്ഞ ആത്മാവുണ്ട്, മരണാനന്തര ലോകമുണ്ട് എന്നുള്ള വിശ്വാസത്തിന് തന്നെ വീണ്ടും മാറ്റം വരുന്നു. അത് മറ്റൊരു വിശ്വാസ പടവിലേക്ക് ഉയരുന്നു. 10,000 വർഷം മുമ്പ് തന്നെ അത് ആരംഭിച്ചു. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷേ. അതാണ് അനിമിസം എന്ന് പറയും. അനിമിസം എന്ന് പറഞ്ഞാൽ ആ പുതിയ രൂപപ്പെട്ട വിശ്വാസ പടവ് ഇങ്ങനെയാണ്. മനുഷ്യന് മാത്രം അന്ന് ആത്മാവുണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നീടത്തെ അനിമിസം എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമല്ല, സകല ജീവികൾക്കും ജീവനില്ലാത്ത വസ്തുക്കൾക്കും ആത്മാവുണ്ട് എന്നൊരു വിശ്വാസ പ്രതലം കുറെ കൂടി ഉയർന്നത് ശിലായുഗം മനുഷ്യൻ ആരംഭിച്ചു. ഇതാണ് അനിമിസം. അതായത് കാട്ടിലെ മരങ്ങൾക്കും കാടിനും മലയ്ക്കും പുഴയ്ക്കും അതിലെ കടലിനും കാറ്റിനും മഴയ്ക്കും കൊടുങ്കാറ്റിനും പേമാരിക്കും പ്രളയത്തിനും ഭൂകമ്പത്തിനും ഇടിമിന്നലിനും സൂര്യനും ചന്ദ്രനും അങ്ങനെ നമുക്ക് പറയാവുന്ന എല്ലാത്തിനും ആത്മാവുണ്ടെന്നുള്ള ഒരു വിശ്വാസം, അതാണ് അനിമിസം. അത് രൂപപ്പെട്ടു. മറ്റൊരു പടവ് ആ രൂപപ്പെട്ട് അതിൽ കുറേ കാലം ജീവിച്ചു. മനുഷ്യൻ മുന്നോട്ടാണ് പോകുന്നത്. ആ മുന്നോട്ട് പോക്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പുതിയ പുതിയ അറിവുകൾ ഉൽപ്പാദിപ്പിക്കുകയാണ്. ആ അറിവുകൾ വീണ്ടും ഭൗതിക രംഗത്ത് ഗംഭീര മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ ആത്മീയ രംഗത്തും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. ഇനി വേറൊരു വിശ്വാസ പടവിലാണ് നമ്മൾ ചെന്നെത്തുന്നത്. കഴിഞ്ഞ 10,000 വർഷത്തിന് ശേഷം 10,000 വർഷത്തിന് ശേഷം ഒരു പ്രത്യേകത എടുത്ത് പറയേണ്ടതുണ്ട്. അപ്പോഴേക്കും ഹിമയുഗം അവസാനിച്ചു. അതായത് പ്ലീസ്റ്റോസിൻ, ജിയോളജിയിൽ ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. പ്ലീസ്റ്റോസിൻ എന്ന കാലം, അതായത് കഴിഞ്ഞ 26 ലക്ഷം വർഷം മുതൽ ആരംഭിച്ച് കഴിഞ്ഞ 10,000 വർഷം വരെയുള്ളതാണ് ഈ പ്ലീസ്റ്റോസിൻ. അതിൻ്റെ ഉള്ളിലാണ് ഈ ഹിമയുഗങ്ങളൊക്കെ വന്നത്. ഇവിടെ തന്നെയാണ് മനുഷ്യൻ പരിണമിച്ചു വന്ന ഈ പ്രത്യേക കാലഘട്ടം. അത് അവസാനിച്ചു. ഇനി ഹോളോസീനാണ് വരുന്നത്. അതായത് ചൂടുള്ള കാലാവസ്ഥ. ഇന്ന് പറഞ്ഞ ചൂടുള്ള കാലാവസ്ഥ കഴിഞ്ഞ 10,000 വർഷം മുതലാണ് ആരംഭിക്കുന്നത്. ഇപ്പം ലേറ്റസ്റ്റ് എന്താണെന്നറിയോ? നമ്മുടെ ഈ അറിവിൻ്റെ പോക്ക് ലേറ്റസ്റ്റ് ആന്ത്രോപ്പോസീൻ എന്നാണ് ഇപ്പോൾ പറയുക. ആന്ത്രോപ്പോസീൻ, മനുഷ്യനിർമ്മിതമായ, കൃത്യമായി മനുഷ്യനിർമ്മിതമായ കാലമാണിത്. എല്ലാം മനുഷ്യനിർമ്മിച്ചതാണ്. ആകെ തകരാറിലാക്കി അല്ലേ? അതുകൊണ്ടാണ് ഈ നിങ്ങളൊന്ന് അടിച്ചു നോക്ക്, ആന്ത്രോപ്പോസീൻ. ഗംഭീരമായ പുസ്തകങ്ങൾ തന്നെ അതിൽ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്, പഠിക്കുക. അപ്പോൾ ഹോളോസീൻ ആരംഭിച്ചപ്പോൾ ഈ ചൂടുള്ള കാലാവസ്ഥയാണ്. അപ്പോൾ മറ്റൊരു വിശ്വാസധാര അവിടെ രൂപം കൊള്ളുന്നു. അതിൻ്റെ ആധാരം മറ്റൊരു ജീവിതക്രമമാണ്. ഇപ്പോഴാണ് കൃഷി ആരംഭിക്കുന്നത്. കൃഷി ആരംഭിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മളൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയല്ല. 10,000 വർഷം തൊട്ട് കൃഷി ആരംഭിച്ചു. നമ്മളെന്താ കരുതുക? ലോകം മുഴുവനും കൃഷിയാണ് തുടങ്ങിയെന്നാണ്. അല്ല, നമ്മളെ പറ്റിക്കലായിരുന്നു അന്ന് നമ്മുടെ വിദ്യാഭ്യാസ വിദഗ്ധന്മാർ. കൃഷി ആരംഭിക്കുന്നത് ഒരു ചെറിയൊരു പ്രദേശത്ത് മാത്രമാണ് ആദ്യമായിട്ട് വരുന്നത്. അത് മിഡിൽ ഈസ്റ്റിൽ ഇറാനിലായിരുന്നു അന്ന്. ഇറാനിലെ സാഗ്രോസ് പർവ്വതത്തിൻ്റെ താഴ്വരയിലാണ് ആദ്യത്തെ കൃഷി വരുന്നത്. പിന്നീട് പല ഭാഗത്ത് സ്വതന്ത്രമായിട്ട് കൃഷിയൊക്കെ വരുന്നുണ്ട്. അത് ഓക്കെ. ആദ്യമായിട്ട് ഇവിടെയാണ് ആരംഭിച്ചത്. അവിടെ തന്നെയാണ് പിന്നീട് അത്ഭുതങ്ങൾ നടക്കുന്നത്. ഈ കൃഷി ആരംഭിച്ചു. അവരാണ് പിന്നീട് അടുത്ത വിശ്വാസപടവ് നിർമ്മിക്കുന്നത്. അതാണ് പ്രകൃതി ശക്തി ആരാധന. കേട്ടിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ അങ്ങനത്തെ വാക്കൊക്കെ കേട്ടിട്ടില്ലേ? പ്രകൃതി ശക്തി ആരാധന എന്നുള്ളത്. നാച്ചുറൽ ഫോഴ്സസുകളെ ആരാധിക്കുക. അതെന്താണെന്ന് വെച്ചാലേ, ഈ നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ ജീവനുള്ള വസ്തുക്കളും ജീവനില്ലാത്ത വസ്തുക്കളും ആത്മാവുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ കൊടുങ്കാറ്റിനും പ്രളയത്തിനും പേമാരിക്കും ഭൂകമ്പത്തിനും വരൾച്ചയ്ക്കും ഇടിമയൊക്കെയും ആത്മാവുണ്ട്. ഇവരാണ് ഈ വിശ്വാസ പ്രതലം ഉണ്ടാക്കാൻ വലിയ സഹായം ചെയ്യുന്നത്. അതെങ്ങനെ വെച്ചാലേ, കൃഷി ആരംഭിച്ച് അവിടെ അവർ കൃഷി എന്ന് വെച്ചാൽ ഇന്നത്തെ വ്യവസ്ഥാപിത കൃഷിയൊന്നുമല്ല. കൃഷി ആരംഭിച്ച് കിട്ടാവുന്ന വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവർ വിളവ് കൊയ്യും. അങ്ങനെ കൊയ്ത് കയറുന്നതിൻ്റെ ഇടയ്ക്ക് പ്രളയം വരും, ഭൂകമ്പം വരും, കൊടുങ്കാറ്റ് വരും. അപ്പോൾ എന്ത് സംഭവിക്കും വെച്ചാൽ ഈ ആഹാരം അവർ ഭക്ഷണമാണല്ലോ, ആ ഭക്ഷണം അവിടെ മുട്ടിപ്പോവും. അന്നം മുട്ടും മനുഷ്യൻ്റെ അവിടെ. അവർക്ക് ഈ കൃഷിക്കാരെന്ന് പറഞ്ഞാൽ നായാട്ട് സമൂഹത്തിൽ നിന്ന് അല്പം ഉയർന്ന വിഭാഗം മനുഷ്യരാണ്. അവർക്ക് തിരിച്ചങ്ങോട്ട് പോകാൻ പറ്റില്ല, നായാട്ടിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇവരെന്താ വെച്ചാൽ ഇവരെ പട്ടിണിയാണ്. അങ്ങനെ വരുമ്പോൾ ഇത് അന്നം മുട്ടിച്ചത് ഈ ഫോഴ്സസുകളാണല്ലോ, ഈ കരുത്ത ഇവരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുക വെച്ചാൽ അവരോട് നേരിടാൻ പറ്റില്ല. അപ്പോൾ അവരെ ആരാധിക്കുന്ന സമ്പ്രദായം അതാണ് ഈ പ്രകൃതി ശക്തി ആരാധന എന്നാണ്. ഇതാണ് ഈ പടവിൽ നിന്നാണ് ഇനി അടുത്ത പടവ് സിവിലൈസേഷൻ വരുന്നത്. ഇവിടെയാണ് ദൈവം വരുന്നത്. അതാണ് അടുത്തത്. ഈ എങ്ങനെ നാഗരികത അതായത് കഴിഞ്ഞ 10,000 വർഷം തൊട്ട് 5,000 വർഷമുള്ള കാലത്തെയാണ് ഈ നവീന ശിലായുഗം എന്ന് പറഞ്ഞത്, നിയോലിത്തിക് ഏജ് എന്ന് പറഞ്ഞത്. അവിടെ ഈ പാറക്കഷ്ണങ്ങൾ കൊണ്ടുള്ള ഉപകരണം ഉണ്ടാക്കിയിട്ടാണ് മനുഷ്യൻ ജീവിച്ചിരുന്നത്. അതിൽ നിന്ന് മാറിയിട്ടാണ് പിന്നീട്
പതിയെ പതിയെ അറിവ് ഉൽപ്പാദിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് നമ്മൾ മറ്റൊരു ജീവിതക്രമം വരുന്നു, ലോഹയുഗത്തിലേക്ക് വരുന്നു. അതാണ് സിവിലൈസ്ഡ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. അവിടെ വരുമ്പോഴാണ് പുതിയ പിന്നെ നമ്മൾ മനുഷ്യരൂപത്തിലേക്കാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ സംഭവിച്ചൊരു മാറ്റമുണ്ട്. ഈ സത്യത്തിൽ ആഹാര സമ്പന്നത, സമ്പുഷ്ടി, നമ്മൾ ഫുഡ് സർപ്ലസ് എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതാണ് ദൈവത്തെ നിർമ്മിച്ചത് അല്ലേ, ഒരു നിർണായക ഘടകം. അത് എല്ലാ കാലത്തും മനുഷ്യൻ ആഹാരം തേടി അലഞ്ഞു നടക്കായിരുന്നു. ഒരു ദിവസം തേടി അലഞ്ഞെങ്കിൽ മാത്രമേ അവന് നേരത്തെ ഭക്ഷണം പൂർണ്ണമായി കിട്ടുള്ളൂ. ആ മനുഷ്യന് വേറെ ചിന്തിക്കാനും അതുപോലെ ഇതിനൊന്നും നേരമില്ല. ആഹാരമാണ്. അപ്പന് സ്വയം രക്ഷിക്കുകയും വേണം. ആ നേരത്തെ ഇതൊന്നും നടക്കില്ല. നടക്കണമെങ്കിൽ എന്ത് വേണം? ഫുഡ് സർപ്ലസ് വേണം. അങ്ങനെ അത് സംഭവിക്കുകയാണ് കഴിഞ്ഞ 5000 വർഷത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പ്രദേശത്ത് മനുഷ്യൻ കൃഷി ചെയ്യുന്നുണ്ട്. ആ കൃഷി അത് മെസപ്പൊട്ടേമിയ എടുക്കും, അവിടെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. മെസപ്പൊട്ടേമിയയിൽ കൃഷി ചെയ്യുന്നുണ്ട്. അതിനെ കൃഷി ചെയ്തിട്ട് ആ തുടർച്ചയിൽ അവർക്ക് ധാരാളം വിളവ് കിട്ടുന്നു, വീണ്ടും വിളവ് കിട്ടുന്നു, വീണ്ടും കിട്ടുന്നു. ആ പ്രക്രിയ തുടരുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ധാരാളം ആഹാരം, അതായത് എനർജി. നമ്മളൊക്കെ ജീവിക്കുന്നതിൻ്റെ ബേസിക് ഘടകം എന്ന് പറഞ്ഞാൽ, അടിസ്ഥാന ഘടകം എന്താണ്? ദൈവത്തെ ആരാധിക്കാനോ അടുത്ത സന്തതികൾ ഉണ്ടാക്കാനോ ഒന്നുമല്ല, നിലനിൽക്കണം. മനുഷ്യൻ നിലനിൽക്കണമെങ്കിൽ ഊർജ്ജം വേണം. ഊർജ്ജം ഉണ്ടെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചിട്ട്, ഞാനും ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഊർജ്ജ സപ്ലൈ ഉള്ളതുകൊണ്ടാണ് ഇത് സംസാരിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ തളർന്നെടുക്കില്ലേ? നിങ്ങളങ്ങനെ തന്നെയല്ലേ? അപ്പം ഏറ്റവും ബേസിക് ആയ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ആഹാരം, എനർജി കിട്ടണം എന്നുള്ളതാണ്. എനർജി ഇവിടെ ആ ഘട്ടത്തിൽ സംഭരിക്കപ്പെടുകയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു സമൂഹത്തിലെ എല്ലാ മനുഷ്യരും കൃഷിപ്പണി ചെയ്യേണ്ടതില്ല. കുറച്ച് പേർക്കെങ്കിലും മാറി നിൽക്കാൻ പറ്റും. മനുഷ്യൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ചിന്തിക്കാനുള്ള അവസരം അവിടെ വരികയാണ്. എല്ലാവരും തൊഴിലെടുക്കണ്ട, കൃഷിപ്പണി ചെയ്യണ്ട. എല്ലാവർക്കും വേണ്ട ആഹാരം അവിടെ സംഭരിക്കപ്പെട്ടിട്ടുണ്ട് കുറച്ച് കാലത്തേക്ക്. നാളത്തേക്കും മറ്റന്നാളേക്കും മാത്രമല്ല, മാസങ്ങളോളം വർഷങ്ങളോളം സംഭരിക്കപ്പെടുന്നു, വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിൽ മാത്രമാണ് സിവിലൈസ്ഡ് കമ്മ്യൂണിറ്റി രൂപപ്പെട്ടുള്ളൂ. അങ്ങനെ അതിനുപയോഗപ്പെടുത്തിക്കൊണ്ടാണ്, ആ ഭക്ഷ്യമിച്ചത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പുതിയൊരു ജീവിതക്രമം വരുന്നത്, സിവിലൈസ്ഡ് കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ നമ്മൾ നാഗരികത എന്ന് പറയുന്നത്. നാഗരികത വരുമ്പോൾ എങ്ങനെയാണ്? ആദ്യത്തെ നാഗരികതയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞത് ഇവിടെയാണ്, മെസപ്പൊട്ടേമിയയിൽ. അവിടെ 1925-ലാണ് ഗവേഷണം നടത്തി ആ കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നത്. അപ്പോൾ ചെറു ഈ നിർമ്മിതികളാണ് അവിടെ കണ്ടുമുട്ടുന്നത്. അതെങ്ങനെ സംഭവിക്കുക? ഈ ഭക്ഷ്യം ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ ഉണ്ടല്ല, കുറേ ആൾക്കാർ പുതിയ തൊഴിലുകൾ കണ്ടെത്തുകയാണ്. ഈ തൊഴിലാണ് ഇവിടുത്തെ നിർണായക ഘടകം. ഭക്ഷ്യമിച്ചത്തിലെ ഈ തൊഴിലാണ് ഇവിടുത്തെ നിർണായക ഘടകമായിട്ട് വരുന്നത്. അങ്ങനെ ഇപ്പം ഉദാഹരണത്തിന് നിർമ്മിതികൾ വരുന്ന വെച്ചാൽ കൽപ്പണി, ആശാരിപ്പണി, കരുവാമ്പണി, തട്ടാമ്പണി, അങ്ങനെ കുറേ പണികളുണ്ടല്ലോ. അതാണ് അടിസ്ഥാന ജോലികൾ. ഒരു സമൂഹം വികസിക്കണമെങ്കിൽ അത് പതിയെ പതിയെ വികസിച്ച് വരികയാണ്. അപ്പോൾ എല്ലാവർക്കും തൊഴിലാണ്. ഒരു സമൂഹത്തിലെ ഭൂരിപക്ഷം ആൾക്കാർക്ക് തൊഴിലാണ് കിട്ടുന്നത്. എന്താണ്? അതിനു മുമ്പത്തെ സമൂഹങ്ങളിൽ അല്പം കൃഷിയും പിന്നെ കുറേ നായാട്ടുകയറി കഴിഞ്ഞ ആൾക്കാർ ഭക്ഷ്യമിച്ചത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പുതിയ തൊഴിലുകൾ രൂപീകരിക്കുകയാണ്. കാരണം മനുഷ്യൻ്റെ ബുദ്ധിയിൽ നമുക്ക് പുതിയ ഐഡിയകൾ വരുന്ന, ഐഡിയകളുടെ അത് അറിവായിട്ട് വരുമ്പോൾ നമ്മൾ പുതിയ നിർമ്മിതികൾ ഉണ്ടാക്കുന്നു. അതാണ് വസ്തുത. അങ്ങനെ എല്ലാ തൊഴിൽ വരുന്നതാണ്. അങ്ങനെ തൊഴിൽ വരുമ്പോൾ ഒരു കൂട്ടം മനുഷ്യർക്കും തൊഴിൽ വേണം, എല്ലാവർക്കും തൊഴിലാവണം. എന്നുവെച്ചാൽ എല്ലാ മനുഷ്യരും ഏതെങ്കിലും കാര്യത്തിൽ വ്യാപൃതരാവണമല്ലോ. അവർക്കൊരു വ്യവഹാര മണ്ഡലം വേണം, ഒരു വ്യാപാര മേഖല വേണം. അതുകൊണ്ട് അവർ ഒരു പുതിയൊരു തൊഴിൽ രൂപീകരിക്കുകയാണ്. അവിടെയാണ് ദൈവനിർമ്മിതി സംഭവിക്കുന്നത്. അതായത് ഒരു തൊഴിലാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്, അല്ലെങ്കിൽ ജീവിതമാർഗം എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അവരെന്ത് പണി ചെയ്യുന്നതെന്ന് വെച്ചാൽ, നവീനശിലായുഗത്തിലെ പ്രകൃതിശക്തി ആരാധന ആ വസ്തുക്കളെ ഉണ്ടല്ലോ, അവർ അതിനെ പിടിച്ചിട്ട് മനുഷ്യരൂപത്തിലേക്കാക്കി. അതാണ് ആദ്യത്തെ ദൈവങ്ങൾ. അതായത് പ്രകൃതി ശക്തികളെ അതേ രൂപത്തിൽ സിവിലൈസ്ഡ് നാഗരിക സമൂഹത്തിൽ എടുക്കാൻ പറ്റില്ല. കാരണം അത് അതിനേക്കാൾ ഉയർന്ന സമൂഹമാണല്ലോ, ചിന്താശേഷിയൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ അതിനെടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്തിട്ടും അതിനൊന്ന് പരിഷ്കരിക്കണം. അങ്ങനെ പരിഷ്കരിച്ചു അതിനെ മനുഷ്യരൂപത്തിലേക്ക് ആക്കി. അതാണ് നമ്മൾ ചരിത്രത്തിൽ ആദ്യം കാണുന്ന ദൈവങ്ങൾ. മെസപ്പൊട്ടേമിയൻ ചരിത്രത്തിലെ ആദ്യം കാണുന്ന ദൈവങ്ങളെ നോക്കിയാൽ മതി, നമുക്ക് ഈ സംഗതിയുടെ ഗുട്ടൻസ് പിടി കിട്ടും. ആദ്യത്തെ ദൈവങ്ങൾ, ഞാനിപ്പോൾ ഒരു അനവധി ദൈവങ്ങളുണ്ട് മെസപ്പൊട്ടേമിയയിൽ തന്നെ. ഈ അക്കാഡിയൻ, ബാബിലോണിയൻ, സുമേറിയൻ ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാംസ്കാരിക ഘട്ടങ്ങളുണ്ട്. അതിൽ സുമേറിയൻ ഘട്ടത്തിൽ തന്നെ അതാണ് ആദ്യം വരുന്നത്. ആ ഘട്ടത്തിൽ ഉണ്ടാക്കിയ അവരാണ് ഇത് ഈ ആദ്യത്തെ ദൈവ നിർമ്മിതിയിലേക്ക് വരുന്നത്. അതിന് ആദ്യം നിർമ്മിച്ച ദൈവങ്ങളാണ് അനു, എൻലിൽ, എൻകി എന്നൊക്കെ കുറേ ഉണ്ട്. പക്ഷെ ഞാൻ 3 എടുത്തുള്ളൂ. ഇവർക്ക് ജോലി എന്താണെന്നറിയോ? ഈ എൻകി എന്ന് പറഞ്ഞത് കൊടുങ്കാറ്റിൻ്റെ ദേവതയാണ്. കൊടുങ്കാറ്റ്, കാരണം
കൊടുങ്കാറ്റാണല്ലോ അവർ ആദ്യം ഇതിനെ നശിപ്പിച്ച ഒരു ഭീഷണിൻ്റെ അടുത്തുള്ളത്. അപ്പോൾ അതിനെ പിടിച്ചിട്ട് മനുഷ്യരൂപത്തിലാക്കി, അതിനെ ദൈവമാക്കി മാറ്റി. പിന്നെ എനിക്ക് എന്നുള്ളത് പ്രളയത്തിൻ്റെതാണ്, എൻലിൽ നിന്നുള്ള പ്രളയത്തിൻ്റെതാണ്. ഈ അനു എന്ന് പറഞ്ഞത് സൂര്യനാണ്, സൂര്യദൈവമാണ്, ആകാശദൈവമാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആഹാരം തരുന്ന സൂര്യനാണെന്ന് നന്നായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു വിത്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആ വിത്ത് മുളച്ച് ചെടിയായി അത് ഫലം തരുന്നത് അവരെ കാഴ്ചയാണ്. ആ കാഴ്ചയിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ട് സൂര്യൻ നിർണായകമായ ഒരു ഘടകമാണ് അതിൽ നിന്ന്. അതുകൊണ്ട് സൂര്യനെ പിടിച്ച് എന്നുവെച്ചാൽ ആത്മാവുള്ളതാണല്ലോ, സൂപ്പർ ആത്മാവാണല്ലോ. ആ ആത്മാവിനെ പിടിച്ചിട്ട് മനുഷ്യരൂപത്തിലേക്ക് ആക്കിയിട്ട് കൊടുത്തു. അപ്പോൾ അനു എന്ന ദൈവം ഉണ്ടായി. പിന്നെ നമുക്കറിയാം ഇന്നാന, മർദോക്ക്, അങ്ങനെ ഒരുപാട് ദൈവങ്ങൾ ആ ചരിത്രത്തിൽ കാണാൻ പറ്റും. അത് അങ്ങനെയാണ് മനുഷ്യൻ ആദ്യത്തെ ദൈവങ്ങളെ നിർമ്മിച്ചെടുത്തത്. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ആദ്യത്തെ ഈ ദൈവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത്ഭുതം തോന്നി. ഇതൊന്നും ചരിത്രത്തിൽ അവർ ഇന്നില്ലല്ലോ. നമ്മൾ ഗവേഷണം ചെയ്ത് ആർക്കിയോളജി മ്യൂസിയത്തിലേക്ക് പോകുമ്പോൾ ഇവരെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിന് മെനക്കെടാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കാണുന്ന ദൈവങ്ങളാണ് സത്യം എന്ന് അവർ വിശ്വസിക്കും. പക്ഷേ അതിൽ നിന്നാണ് ഇന്നത്തെ ദൈവങ്ങളിലേക്ക് വരുന്നത്. എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മളീ പറഞ്ഞ അറിവിൻ്റെ പരിഷ്കരണമാണ്. ഉദാഹരണത്തിന് എല്ലാ തൊഴിലുകളും പരിഷ്കരിക്കുകയാണല്ലോ. 5000 വർഷം മുമ്പ് തൊട്ടുള്ള ആ കൽപ്പണിയല്ല, ആ ശരിപ്പണിയല്ല ഇന്നുള്ളത്. ഒരുപാട് ടൂൾസ് അതിൽ മാറിയില്ലേ, ഒരുപാട് പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നില്ലേ. അതുപോലെ ദൈവത്തെ കൈകാര്യം ചെയ്യുന്നവർ പരിഷ്കരിച്ചെടുത്തു, ചരിത്രത്തിലൂടെ പരിഷ്കരിച്ചെടുത്തു. അങ്ങനെയാണ് പുതിയ മുതലുകൾ ഉണ്ടാകുന്നത്. ആ തുടർച്ചയിൽ ആദ്യത്തെ ദൈവം ഉണ്ടായി. പിന്നെ 3600 വർഷം കഴിഞ്ഞിട്ടാണ് അവസാനത്തെ ദൈവം വരുന്നത്, അള്ളാഹുവിനെ വന്നപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു നിർമ്മാണ പശകുണ്ട്. അതുകൊണ്ടാണ് അത് മായാവി മാറിയത്. ഓരോ കാലഘട്ടത്തിലും ഇതിങ്ങനെ മാറി വരികയാണ്. അങ്ങനെ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നോക്കും. ഇന്ത്യയിൽ വരുണൻ, അഗ്നി, ഇന്ദ്രൻ, ഇതൊക്കെ പ്രകൃതി ശക്തികളുടെ മനുഷ്യരൂപങ്ങളാണ്. ഇതിൽ നിന്നാണ് രൂപപ്പെട്ട് വരുന്നത്. ആ പ്രക്രിയ ഉള്ളത് കൊണ്ടാണ് 7-ാം നൂറ്റാണ്ടിൽ അള്ളാഹുവിനെ നിർമ്മിക്കാൻ പറ്റുന്നത്. അപ്പോൾ കണ്ടില്ലേ ആ പ്രോസസ്സ്, ദീർഘമായ പ്രോസസ്സ് കണ്ടില്ലേ? ഇതിൻ്റെ ഉള്ളിലാണ് ഇതൊക്കെ സംഭവിച്ചത്. അപ്പോൾ ഞാനതിൻ്റെ പടവിലേക്ക് നിങ്ങളെ എത്തിച്ചിട്ടിട്ടുണ്ട്. ഇനി ചിന്തിച്ചു പോകേണ്ടത് നിങ്ങളാണ്. ആ ഡ്യൂട്ടി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ ചെറുപ്പക്കാരായ എനിക്ക് പ്രതീക്ഷ തരുന്ന ഈ കുട്ടികളോട് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ധൈര്യമായി ഇതിനെക്കുറിച്ച് പഠിക്കുക. നമുക്കിത് മനസ്സിലാവുമെന്ന് വെച്ചാൽ മതഗ്രന്ഥത്തിൽ നിന്ന് കറങ്ങിയിട്ട് ആ ദൈവം ഇത് പറഞ്ഞില്ല, ഈ ദൈവം ഇത് പറഞ്ഞില്ല എന്നിട്ട് ഗുസ്തി പിടിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ മനുഷ്യൻ്റെ പരിണാമത്തെ മനസ്സിലാക്കണം, അവൻ്റെ കൾച്ചറൽ എവല്യൂഷനെ മനസ്സിലാക്കണം. അതിവിടെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതാണ് ഏറ്റവും വലിയ അറിവ്. അതിലേക്ക് വരാൻ നിങ്ങളെല്ലാവരും ഞാൻ ക്ഷണിക്കുകയാണ്, പരിണാമം പഠിക്കുക എന്നുള്ളത്. അപ്പം ഇനിയിപ്പം ഒരുപാട് ചർച്ച ചെയ്യേണ്ട വിഷയമാണിത്. പക്ഷേ അതിനുള്ള സമയമില്ല. ഇതെന്നെ ടൈറ്റാക്കിയിട്ട് ഞാൻ വളരെ കംപ്രസ്സായിട്ട് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ വരണം. വന്നെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടെന്ന് അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾ എൻ്റെ നമ്പർ അജേഷിൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് എന്നെ വിളിക്കാം. വൈകുന്നേരം വിളിക്കാൻ പറ്റുള്ളൂ, പകൽ ഞാൻ പണി സ്ഥലത്തായിരിക്കും. അങ്ങോട്ട് സംസാരിക്കാം. ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നെങ്കിലേ ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മതം മനുഷ്യനെ രോഗികളാക്കുമെന്ന് പറഞ്ഞില്ലേ, ആ അവസ്ഥയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഞാനൊക്കെ വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് അതുകൊണ്ടാണ്, ഇതിനെ ഉപേക്ഷിച്ചത് കൊണ്ടാണ്. കാരണം മനുഷ്യന് ബേസിക്കായിട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് സ്ട്രെസ് ഉണ്ട്. അത് ദൈവം കൂടി വന്നപ്പോൾ 100%. ആ സ്ട്രെസ്സ് ഈ പകുതിയിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അത് ഒഴിവാക്കാനാണ് ഞാൻ നിങ്ങളോട് ഇതാവശ്യപ്പെടുന്നത്. ഒരു ചോദ്യം ഉണ്ട്. സ്വർഗം നരകം എന്നുള്ള മരണാനന്തര സങ്കല്പങ്ങൾ, പുനർജന്മം ആൻഡ് കർമ്മഫലത്തെക്കുറിച്ചും കൂടെ ഒരു വാക്ക്. അതെങ്ങനെ ഉരുത്തിരിഞ്ഞെന്ന്, അതിൻ്റെ പരിണത ഫലങ്ങളോ, അത് കാരണമാണ് നീ ഇപ്പം ഇങ്ങനെ ജനിച്ചതെന്നുള്ളതിൻ്റെ ഒരു ഡേഞ്ചർ കറക്റ്റാണ്. അതായത് മനുഷ്യന് ആത്മീയമായി, അതായത് അഭൗതികമായി ചിന്തിക്കാനുള്ള കഴിവുണ്ട്. അതാണ് സത്യം. അഭൗതികം, അതായത് ദൈവം, നരകം, സ്വർഗം, പിശാചി, മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടല്ല, ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇല്ല. പക്ഷെ ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഉദാഹരണത്തിന് എൻ്റെ അമ്മ ഭയങ്കര വിശ്വാസിയാണ്. 12 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മാമ്മ മരിച്ചിട്ട് ഈ അമ്മേൻ്റെ അമ്മാമ്മരെ പ്രേതത്തെ കണ്ടു എന്നും പറഞ്ഞിട്ട്
റിപ്പോർട്ട് ഇങ്ങോട്ട് പറഞ്ഞു തരും. ചെറുപ്പത്തിൽ ഈ വിവരങ്ങൾ കേട്ടിട്ടാണ് ഞാൻ വളരുന്നത്. സത്യത്തിൽ ഭയന്ന രാത്രികളായിരുന്നു എനിക്കുണ്ടായിരുന്നത്. കാരണം അങ്ങനെ ഒന്നുമില്ല, പക്ഷേ ഇതുണ്ടെന്നാണ് അമ്മയാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അന്ന് രാത്രികളോ എങ്ങനെയാണ് ഉറങ്ങിയിരുന്നതെന്നറിയോ? എൻ്റെ പായക്ക് ചുറ്റും ഞാൻ ഇരുമ്പൂടി വയ്ക്കും. അങ്ങനെയാണ് ഉറങ്ങിയിരുന്നത്. ഉറക്കം കിട്ടില്ലേ, കാരണം അമ്മമാരെ പറയാൻ വന്ന എന്നെ മാന്തും ചോദ്യം പുറത്ത് കൊണ്ടിടും എന്നുള്ള വിശ്വാസങ്ങൾ അമ്മ പറഞ്ഞു തരികയാണ്. ബാലമനസ്സിൽ ഇത് കുത്തിക്കയറ്റാണ്. സത്യത്തിൽ ഇതില്ല. സ്വർഗവും നരകവും അതുപോലെ പിശാചി, സ്വർഗം, ഭൂതം, യക്ഷി, കിന്നരന്മാർ അങ്ങനെ ഒന്നും ഇല്ല. പക്ഷെ നമുക്ക് ഉണ്ടെന്ന് സങ്കല്പിക്കാൻ പറ്റും. അതാണ് അബ്സ്ട്രാക്റ്റ് തിങ്കിങ് എന്ന് പറയുന്നത്. അത് ബ്രെയിൻ്റെ കഴിവാണ്. നമ്മുടെ ഫ്രോണ്ടൽ ലോബിൽ ആ സംവിധാനമുണ്ട്. ഇവിടെയാണത്, ഇവിടെ ചിന്തിക്കുന്ന ഭാഗം. അത് ഉപയോഗപ്പെടുത്താണ് മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. പറ്റിപ്പിൽ പെടാതിരുന്നാൽ മാത്രം മതി. ഞാനൊക്കെ രക്ഷപ്പെട്ടത് കൊണ്ട് സാമ്പത്തികമായി ലാഭം, പിന്നെ അതിനേക്കാൾ നല്ലത്, ഏറ്റവും ഗുണപരമായത് സ്ട്രെസ്സില്ല. ആരും എന്നെ പിന്തുടരുന്നില്ല. സ്വസ്ഥമായി ജീവിക്കാം. അതാണ് എൻ്റെ ഗുണം. പകുതി സ്ട്രെസ്സ് പോയി ദൈവത്തിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോഴേ. ബാക്കിയുള്ള സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ എനിക്കറിയാം. അതുകൊണ്ട് സന്തോഷത്തോട് ജീവിക്കുന്നു. ആ സന്തോഷം പുതിയ തലമുറയ്ക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ അവരോട് അഭിസംബോധന ചെയ്തത്. അപ്പോൾ ഇത്രയും നേരം സംസാരിച്ചു. എന്നെ കേട്ടിരുന്ന നിങ്ങളോട് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നു. പിന്നെ അജേഷിനോടും ഇതിൻ്റെ 13.8 ചാനലിൻ്റെ ഭാരവാഹികളും വളരെ സന്തോഷം. അവസരം കിട്ടിയതിൽ വളരെ നന്ദി. താങ്ക് യു.